ഹലോ, നിനക്ക് മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുന്നതിലോ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലോ അപവാദങ്ങൾ പറയുന്നതിലോ മറ്റൊരിടത്തു നിന്ന് കേട്ട കാര്യം പുനരവതരിപ്പിക്കുന്നതിലോ താല്പര്യമുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അത് ചെയ്യുന്നതിന് മുൻപ് സോക്രട്ടീസ് എന്ന വലിയ ചിന്തകൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഒന്ന് കേൾക്കാം. വലിയ പണ്ഡിതനായിരുന്നു സോക്രട്ടീസ്. ഒരിക്കൽ അയാൾ നഗരമധ്യത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഓടിക്കിതച്ചെത്തി സോക്രട്ടീസിനോട് പറയുന്നുണ്ട്, ഗുരു, ഞാനൊരു വലിയ വാർത്ത കേട്ടു. അങ്ങയ്ക്ക് അറിയാവുന്ന ഒരാളെക്കുറിച്ചാണ്. അയാളത് പറയാൻ തിടുക്കം കൂട്ടുമ്പോൾ സോക്രട്ടീസ് ഒരു നിമിഷം ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, നീ പറയുന്നതിന് മുൻപ് എനിക്ക് ഒരു പരീക്ഷണം നടത്താനുണ്ട്. നീ പറയുന്ന കാര്യം 3 അരിപ്പകളിലൂടെ കടത്തിവിടണം. അയാൾ അത്ഭുതത്തോടുകൂടെ സോക്രട്ടീസിനെ നോക്കി. സോക്രട്ടീസ് തുടർന്നു, ആ 3 അരിപ്പകൾ: 1 സത്യം, 2 നന്മ, 3 ഉപയോഗം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, നീ പറയുന്നത് സത്യമാണോ? പറയുന്നതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ആ മനുഷ്യൻ സോക്രട്ടീസിനോട് പറഞ്ഞു, ഞാൻ കേട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. സോക്രട്ടീസ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, നീ പറയുന്നതിൽ എന്തെങ്കിലും നന്മയുടെ വശം ഉണ്ടോ? അത് ആരെയെങ്കിലും കുറിച്ച് നല്ല കാര്യങ്ങളാണോ നീ പറയുന്നത്? അയാൾ മറുപടി പറഞ്ഞു, അതിൽ പ്രത്യേകിച്ച് നന്മയൊന്നുമില്ല. സത്യവും നന്മയും ഇല്ല എങ്കിൽ നീ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് എനിക്കോ നിനക്കോ എന്തെങ്കിലും ഉപയോഗമോ ഉപകാരമോ ഉണ്ടോ? അയാൾ സോക്രട്ടീസിനെ ഒന്ന് നോക്കിയിട്ട് തുടർന്നു, പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. സോക്രട്ടീസ് ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പറയുന്നതിൽ സത്യമില്ല. ഒരാളെയും കുറിച്ച് നല്ല കാര്യങ്ങളല്ല നീ പറയുന്നത്. അത് കേട്ടതുകൊണ്ട് നമുക്കാർക്കും ഒരു ഉപകാരമോ ഉപയോഗമോ ഇല്ല. പിന്നെ എന്തിനാണ് ഇത് പറയുന്നത്? അപവാദ കഥകൾ, കേട്ട കഥകൾ പ്രചരിപ്പിക്കാൻ ഓടിയെത്തിയ മനുഷ്യൻ ആ വലിയ പണ്ഡിതന്റെ മുൻപിൽ ശിരസ് കുനിച്ച് നിന്നുവെന്നാണ്. നമ്മുടെ ചുറ്റും പാണന്റെ പാട്ടുപോലെ പാടിപ്പതിഞ്ഞ അനേകം കഥകളും ഉപകഥകളും നുണക്കഥകളും നാം പലരെയും കുറിച്ച് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിലകെട്ട വർത്തമാനങ്ങൾ കേൾക്കാനാണ് ആളുകൾക്ക് ഇന്ന് താല്പര്യം കൂടുതൽ. അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പാതി കേട്ടതും പാതി വിഴുങ്ങിയതുമായ വാർത്തകൾ നമ്മൾ നിറങ്ങൾ കലർത്തി പ്രചരിപ്പിക്കുകയാണ്. എത്ര മനുഷ്യരുടെ ജീവിതങ്ങളെയാണ് ഈ നുണക്കഥകൾ തകർത്ത് കളഞ്ഞിട്ടുള്ളത്. നിസ്സാരമായ അസൂയയുടെ പേരിൽ ഒരു മനുഷ്യന്റെ ഉയർച്ച കൺമുൻപിൽ കാണുമ്പോൾ അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ, ഒരാളെ തളർത്തിക്കളയാൻ, നിസ്സാരമെന്ന് നാം കരുതിക്കൊണ്ട് പറയുന്ന ചില വാക്കുകൾ, ചില നുണക്കഥകൾ, അപവാദ പ്രചരണങ്ങൾ തകർത്തത് എത്ര മനുഷ്യരെയാണ്, എത്ര ജീവിതങ്ങളെയാണ്, എത്രയോ പേരുടെ ജീവിതത്തിലെ പ്രകാശത്തെയാണ് അത് തല്ലി തകർത്ത് കളഞ്ഞിട്ടുള്ളത്. നമ്മുടെ അറിവിൻ്റെ പരിധിയിൽപ്പെടാത്തതും നാം നേരിട്ട് കാണാത്തതും കേൾക്കാത്തതും നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തതുമായ കാര്യങ്ങളെ പറയാതിരിക്കുന്നത് നമ്മുടെ അന്തസ്സും ആഭിജാത്യവുമാണ്. ഇനി നാം നേരിട്ട് കണ്ടതെല്ലാം വിളിച്ചു പറയുന്നതും ഒരു മനുഷ്യന്റെ ഇന്റഗ്രിറ്റിയെ, ആത്മാഭിമാനത്തെ, അന്തസ്സിനെ ചോദ്യം ചെയ്യുമെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. സത്യം നമ്മൾ പറയണം, പ്രിയതരമായവയും നമ്മൾ പറയണം. അപ്രിയങ്ങളായ സത്യങ്ങൾ ചില നേരങ്ങളിലെങ്കിലും നമ്മൾ പറയാതിരിക്കണം. നിന്റെ വാക്കുകളൊന്നും ആരെയും മുറിപ്പെടുത്താതിരിക്കട്ടെ. സുഖപ്പെടുത്തുന്ന വാക്കുകൾ നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടാൽ നിനക്കും നിന്റെ ചുറ്റിനുമുള്ളവർക്കും എപ്പോഴും സന്തോഷവും സമാധാനവുമായിരിക്കും. തല്ലി തകർക്കരുത് ആരുടെയും ജീവിതങ്ങളെ. കരിന്തിരിയാക്കി മാറ്റരുത് ഒരു പ്രകാശനാളത്തെയും. വറ്റിച്ചു കളയരുത് മനുഷ്യ മനസ്സിൻ്റെ നന്മകളെ. ആരെയും കുറിച്ച് മോശമായത് പറയാതിരിക്കാൻ. സാധിക്കുവോളം നല്ലത് മാത്രം പറയാൻ ശ്രദ്ധിച്ചാൽ മറ്റുള്ളവരും നമ്മളെക്കുറിച്ച് നല്ലത് തന്നെ പറയും. ഇനി അങ്ങനെ പറഞ്ഞില്ല എന്നോർത്ത് പരിഭവപ്പെടുകയും വേണ്ട. നിന്റെ മനസ്സിന്റെ നന്മയെ കാണുന്ന ദൈവം നിനക്ക് നന്മകൾ മാത്രം വരുത്തും. എപ്പോഴും എന്നും എവിടെയും നിനക്ക് നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും കൂടെയുണ്ട്, കൂട്ടിനുണ്ട്.